മഞ്ചേശ്വരത്തെ മാലിന്യമുക്തമാക്കുമെന്ന പ്രഖ്യാപനം വാക്കുകളിൽ മാത്രം ഒതുങ്ങി. മാലിന്യ നിർമ്മാർജ്ജനം നടത്തി മഞ്ചേശ്വരത്തെ ദുർഗന്ധമുക്തമാക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയ ജനപ്രതിനിധികളുടെ കാലാവധി അവസാനിക്കുവാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മഞ്ചേശ്വരം ഇനിയും മാലിന്യമുക്തമായില്ല. യാഥാർത്ഥ്യം തിരിച്ചറിയൂ. യഥാർത്ഥ ഗുണനിലവാരവും വിലക്കുറവും സംഗമിക്കുന്ന ഷോപ്പിംഗ് നവയുഗം. തമാം ഫർണിച്ചർ വേൾഡ്, ഉപ്പള, ബന്ദിയോട്, ഉദ്യാവർ. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് അധികൃതർ മാലിന്യ നിർമ്മാർജ്ജനത്തിൽ അനാസ്ഥ കാണിക്കുന്നതായാണ് നാട്ടുകാരുടെ തുടർച്ചയായുള്ള ആക്ഷേപം. മാലിന്യ നിർമ്മാർജ്ജനം നടത്തി മഞ്ചേശ്വരത്തെ ദുർഗന്ധമുക്തമാക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് ഇവർ അധികാരത്തിലേറിയത്. കാലാവധി അവസാനിക്കുവാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മഞ്ചേശ്വരം ഇനിയും മാലിന്യമുക്തമാകാത്തതിൽ കടുത്ത പ്രതിഷേധമാണ് ജനങ്ങൾ ഉയർത്തുന്നത്. നേരത്തെ കർണാടകയിൽ നിന്നും വരുന്ന ലോറിയിൽ മഞ്ചേശ്വരത്ത് നിന്നും കരാർ അടിസ്ഥാനത്തിൽ മാലിന്യം ഇവിടെ നിന്നും കൊണ്ടുപോവുകയായിരുന്നു. എന്നാൽ ഇത്തവണ അങ്ങനെയൊന്നുമില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കുഞ്ചത്തൂർ പദവ് റോഡ്, ഹൈഗ്ലോതി പാവൂർ റോഡ്, മാലിംഗേശ്വരം കുഞ്ചത്തൂർ റോഡ്, മഞ്ചേശ്വരത്തെ നിരവധി പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ ദേശീയപാതയുടെ വശങ്ങളിൽ മാലിന്യം കുന്നുകൂടി പ്രദേശം ദുർഗന്ധപൂരിതമായിരിക്കുകയാണ്. പഞ്ചായത്തിലെ ആക്രി കടകളിലും മറ്റ് ചില കടകൾക്ക് മുന്നിലുമുള്ള പൊതുസ്ഥലങ്ങളിലും പ്ലാസ്റ്റിക് മാലിന്യം കത്തിക്കുന്നതാണ് മറ്റൊരു ഗുരുതരമായ വിഷയം. ഇത് അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാവുകയും ആളുകൾക്ക് ആരോഗ്യ പ്രശ്നമുണ്ടാക്കുകയും ചെയ്യുന്നു. ഇക്കാര്യത്തിൽ പഞ്ചായത്ത് അധികൃതർ മൗനം പാലിക്കുന്നത് നാട്ടുകാരുടെ കടുത്ത അമർഷത്തിനാണ് ഇടയാക്കുന്നത്. മഞ്ചേശ്വരത്തെ മാലിന്യ പ്രശ്നത്തിന് ഇതുവരെ പെർമനന്റ് സൊല്യൂഷൻ കണ്ടെത്താൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. മഞ്ചേശ്വര ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി മാറി വന്നപ്പോൾ ആദ്യമല്ല ഇതിനൊരു പരിഹാരമുണ്ടാവുമെന്നാണ് ജനങ്ങൾ വിശ്വസിച്ചത്. പക്ഷേ ദിവസം പോകുന്നവരും നമുക്ക് മനസ്സിലായത് ഒരു കാര്യങ്ങളും പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നടന്നുകൊണ്ടില്ല. ഹരിതകർമ്മ സേനയുടെ ആൾക്കാർ ഒരു മാസത്തിനൊരു പ്രാവശ്യം അല്ലാണ്ടെന്നെങ്കിൽ 40 ദിവസത്തിനൊരു പ്രാവശ്യം പ്ലാസ്റ്റിക് ഇങ്ങനത്തെ കാര്യങ്ങളാണ് വേർതിരിച്ച് കൊടുത്ത പ്ലാസ്റ്റിക് കാര്യങ്ങളാണ് കൊണ്ടുപോകുന്നത്. അതും ഒരു വാർഡിന് 2 ഹരിതകർമ്മ സേനയുടെ ആൾക്കാർ വേണമെന്നുള്ള നിയമം ഉണ്ടെങ്കിൽ പോലും അത് ഫുൾഫില്ലാക്കാൻ മഞ്ചേശ്വര ഗ്രാമപഞ്ചായത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ವಾಸ್ತವമാണ്. ತುಂಬ ದಿನಗಳಿಂದ ರೋಡ್ ಮೇಲೆಲ್ಲ ಕಚ್ಚಡ ಹಾಳು ಮೂಳು ಎಲ್ಲ ತಂದಾಕ್ತಾರೆ ಅವರು ಪ್ಲಾಸ್ಟಿಕ್ನ. ಇದಕ್ಕೆ ಯಾವುದಾದ್ರು ಒಂದು ಪರಿಹಾರ ನೀವು ಮಾಡಬೇಕು. ಪ್ರತಿಗಳಂತೂ ತಿರುಗಿ ನೋಡಲ್ಲ ಬಿಡಿ. ಒಂದು ಸತಿ ಓಟಿಗೋಸ್ಕರ ಬರ್ತಾರೆ, ತಿರುಗಿ ನೋಡಲ್ಲ, ಹೋಗ್ತಾರೆ. ಇದಕ್ಕೇನಾರು ಒಂದು ಪರಿಹಾರ ಮಾಡಬೇಕು. ಇಲ್ಲಾಂದರೆ ಜನನೇ ರುಚಿಗೆಳ್ತಾರೆ. ಕೆಲವು ಕಿಡಿಗೇಡಿಗಳು ಮಾಡ್ತಾ ಕೆಲಸಕ್ಕೆ ಮಿಕ್ಕಿದವ್ರಿಗೆ ತುಂಬ ತೊಂದರೆ ಆಗ್ತಾ ಇದೆ. അടുത്തിടെ മഞ്ചേശ്വരത്തെ മാലിന്യമുക്തമാക്കുവാൻ ഒരു സ്കൂളിൽ പഞ്ചായത്ത് അധികൃതരുടെയും ജനപ്രതിനിധികളുടെയും ശുചീകരണ മിഷൻ ഉദ്യോഗസ്ഥരുടെയും മറ്റു ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നിരുന്നു. എന്നാൽ ഈ യോഗം പരാജയപ്പെട്ടതായി നാട്ടുകാർ പറഞ്ഞു. മഴക്കാലം തുടങ്ങിയാൽ സ്കൂൾ വിദ്യാർത്ഥികളടക്കം 100 കണക്കിന് പേർ മാലിന്യ കൂമ്പാരങ്ങളുടെ സമീപത്തുകൂടി സഞ്ചരിക്കേണ്ടി വരും. ഇതൊഴിവാക്കുവാനെങ്കിലും ബന്ധപ്പെട്ടവർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.